പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 64ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇതിന് മുന്നേ 63ാമത്തെ ക്ലാസ് ഇന്ന് ഇട്ടിരുന്നു. അതുപോലെ തന്നെ 2 ക്ലാസ്സുകൾ ഇനി ഇടാൻ ബാക്കിയുണ്ട്. ഇന്ന് തന്നെ 2 ക്ലാസ്സുകൾ കൂടി ഇട്ട് തരും. ടോട്ടൽ 4 ക്ലാസ്സുകളാണ് ഇന്നുള്ളത്. ആ 4 ക്ലാസ്സുകളോടുകൂടി നമ്മുടെ കേരള എന്ന് പറയുന്ന ഭാഗം തീരും. നാളെ മുതൽ കറണ്ട് അഫയേഴ്സ് ആണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് എത്ര തവണ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ പ്രാക്ടീസ് ചെയ്ത് തറവാക്കി വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ. അയിരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അയിരൂർ പുഴയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ്. കുറ്റ്യാടി പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്ന് അറിയപ്പെടുന്നത്. 4, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം. 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11. 11 നദികളാണ് 100 കിലോമീറ്ററിലധികം നീളമുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി നമ്മൾ പറഞ്ഞു മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഏത്? കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി. 8, കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈൽ എന്ന് അറിയപ്പെടുന്നത്. 9, മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി. മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയിലാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകളിൽ പെടാത്തത്. താഴെ കൊടുത്തവയിൽ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകളിൽ പെടാത്തത് ഏതൊക്കെ ജില്ലകളാണ് കൊടുത്തത്? തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്. ഇതിൽ ആൻസർ കോഴിക്കോടാണ്. തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ തൃശൂർ, മലപ്പുറം, പാലക്കാട്. ആൻസർ വരുന്നത് കോഴിക്കോടാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാറാണ്. പെരിയാർ നദിയെയാണ് ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം. ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? പമ്പയാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം. പമ്പ നദീതീരത്താണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. 15, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ. പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത്. ദക്ഷിണ ഭഗീരഥി തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ദക്ഷിണ ഭഗീരഥി തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നിങ്ങനെ അറിയപ്പെടുന്നത് പമ്പയാണ്. പമ്പ നദിയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്നതും പമ്പയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ. പമ്പ നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത്. പമ്പ നദിയാണ് ബാരിസ് എന്ന് അറിയപ്പെട്ടിരുന്നത്. മരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം. മരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം പമ്പ നദീതീരത്താണ് മരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഓക്കെ, മരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പ നദീതീരത്താണ്. ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരം. ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരവും പമ്പയാണ്. ഓക്കെ, അപ്പോൾ പമ്പയിൽ മരാമൺ കൺവെൻഷൻ നടക്കുന്നു. അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നതും
പമ്പാ നദീതീരത്താണ്. 20 കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. പെരിയാർ നദിക്കാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത്. 21 പ്രസിദ്ധമായ മാമാങ്കം നടക്കുന്ന തിരുനാവായ ഏത് നദീതീരത്താണ്? പ്രസിദ്ധമായ മാമാങ്കം നടക്കുന്ന തിരുനാവായ ഏത് നദീതീരത്താണ്? ആൻസർ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടക്കുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഭാരതപ്പുഴയുടെ തീരത്ത്. 22 പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാൻ ഇടയായ തുറമുഖം. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാൻ ഇടയായ തുറമുഖം ഏത്? കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. കൊടുങ്ങല്ലൂർ തുറമുഖമാണ് പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാൻ ഇടയായ തുറമുഖം. ഓക്കെ, കൊടുങ്ങല്ലൂർ തുറമുഖം. മാർത്താണ്ഡം പുഴ, മംഗലം പുഴ എന്ന് രണ്ടായി പെരിയാർ വേർപിരിയുന്ന സ്ഥലം. മാർത്താണ്ഡം പുഴ, മംഗലപ്പുഴ എന്ന് രണ്ടായി പെരിയാർ വേർതിരിയുന്ന സ്ഥലം ആലുവ. ആലുവയിൽ വെച്ചിട്ടാണ് മാർത്താണ്ഡം പുഴ, മംഗലം പുഴ എന്ന് രണ്ടായിട്ട് പെരിയാർ വേർതിരിയുന്നത്. 24 ഗായത്രി പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം. ഗായത്രി പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് മായന്നൂർ. മായന്നൂരിൽ വെച്ചിട്ടാണ് ഗായത്രി പുഴ ഭാരതപ്പുഴയുമായി ചേരുന്നത്. ഓക്കെ, അപ്പം ആൻസർ എന്താണ്? മായന്നൂർ. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനി. പൊന്നാനിയിൽ വെച്ചിട്ടാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത്. 26 പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം. പമ്പയുടെ ദാനം എന്ന് അറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്. കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്ന് അറിയപ്പെടുന്ന സ്ഥലം. പമ്പാ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പാ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദി ഒഴുകിച്ചേരുന്നത്. ഓക്കെ, പമ്പാ നദി ഒഴുകിയെത്തുന്നത് വേമ്പനാട്ട് കായലിലാണ്. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. കബനി എന്ന് പറയുന്നത് കാവേരി നദിയുടെ പോഷക നദിയാണ്. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി തൂതപ്പുഴ. തൂതപ്പുഴയാണ് OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി. തൂതപ്പുഴയാണ് OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി. 30ാമത്തെ ക്വസ്റ്റ്യൻ, SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇരുവഴിഞ്ഞിപ്പുഴയാണ്. ഇരുവഴിഞ്ഞിപ്പുഴയാണ് SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ 30 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഇടാം. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അതിനു മുമ്പായിട്ട് ഇത് നിങ്ങൾ തറവായിട്ട് പഠിച്ചു വെക്കുക. വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ കേരള എന്ന് പറയുന്ന ഭാഗം തീർക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്